എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. നമ്മുടെ ഓണം കുക്കിംഗ് സീരീസിലെ അടുത്ത റെസിപ്പിയായ ഓലനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓലം മാത്രമല്ല 25ഓളം ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സദ്യയുടെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ. അങ്ങ് തിരുവിതാംകൂർ മുതൽ ഇങ്ങ് മലബാർ വരെയുള്ള എല്ലാ വെറൈറ്റി ഓഫ് ഡിഷസും എന്റെ സദ്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങ് ട്രിവാൻഡ്രത്തുള്ള ബോളിയും പാലക്കാടുള്ള വെണ്ടയ്ക്ക പുളിയും മലബാറിലുള്ള ഞങ്ങളുടെ സ്വന്തം ഉപ്പേരികളും എല്ലാം ഇതിൽ കാണാം. എന്നാൽ കഴിയുന്ന വിധം എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടുള്ള വീഡിയോസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും കൂടാതെ ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഓണത്തിന് ഷൈൻ ചെയ്യാം. ഓലൻ ആവശ്യമായ സാധനങ്ങൾ: വൻപയർ, കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ എന്നൊക്കെ പറയും, പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. ഓലനിൽ നമ്മൾ ഉപ്പ് ചേർക്കില്ല, കാരണം മറ്റുള്ള വിഭവങ്ങളിൽ ഏതിനെങ്കിലും ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭവമാണ് ഓലൻ എന്ന് പറയുന്നത്. ഓലനിൽ ഉപ്പ് ചേർക്കാതെ തന്നെ അതിയായ രുചിയാണ്. അപ്പൊ ഇനി ഓലൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തലേ ദിവസം തന്നെ വൻപയർ വെള്ളത്തിലിട്ട് പുതർത്തി വെക്കണം. പിറ്റേ ദിവസം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ പുതർത്തി വെച്ച വൻപയർ എടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കുക്കറിൽ വൻപയർ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വൻപയറിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, വൻപയറിനുള്ള ഉപ്പ് മാത്രമാണ് ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ ഓലന് വേണ്ടി കുമ്പളങ്ങ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കരുത്. ഇനി അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതിൽ കാണിക്കുന്ന പോലെ തിന്നായിട്ട് സ്ക്വയർ ഷേപ്പിൽ വേണം കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഇവിടെ ഇളവൻ എന്നാണ് ഇതിന് പറയുക. ഇളവൻ വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നീട് നടു കീറിയിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കണം. എരിവിനനുസരിച്ച് മുളകിന്റെ എണ്ണം കുറച്ചും കൂട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ വൻപയർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാലിൽ കിടന്നിട്ട് ഈ വൻപയറും കുമ്പളങ്ങയും കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വേവണം. അല്പസമയത്തിന് ശേഷം മൂടി ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് കാണാം. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അധികം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു മണം വരാനുണ്ട്. സൂപ്പർ ഓലൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എൻ്റെ എല്ലാ റെസിപ്പീസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.